കാലൂന്നി നിന്ന് അവരെ കണ്ടവർ ഭയപരവശരായി. ഈ വാക്യം നിങ്ങൾ നോട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത്. നാറ്റം വെച്ച ശരീരത്തിലേക്ക് ദൈവശ്വാസം വരും. അതുകൊണ്ട് ആദ്യ രാത്രി ഞാൻ പറഞ്ഞ് എത്യോപ്യയുടെ മണ്ണിനകത്ത് സിട്ടാവായ ദൈവം ആദമിന്റെ മൂക്കിനകത്ത് ജീവശ്വാസം ഊതിയപ്പോൾ ആദം ചലിക്കുന്ന ദേഹിയായതുപോലെ ഈ രണ്ട് സാക്ഷികളുടെ മൂക്കിനകത്ത് ജീവശ്വാസം വരുമ്പോൾ അവർ കാലൂന്നി നിന്ന് കണ്ടപ്പോൾ ബാക്കിയുള്ളവർ ഭയപരവശരായി. ഇതാ കർത്താവിന്റെ വരവിന്റെ ലക്ഷണം. ഒരുത്തൻ മരിച്ചു കഴിഞ്ഞാൽ കാലൂന്നി നിന്നാൽ ബാക്കിയുള്ളവർ ഭയപരവശരാവോ? ഞാനിവിടെ കൊല്ലകട വേദിയിൽ പ്രസംഗിക്കുന്നു. തോമസ് കുട്ടി പാസ് കേക്കട്ടെ. അവിടെ നമ്മുടെ ബിജു ബാത്തിരി പാസ് നാട്ടിലായിരിക്കുന്നു. അന്നേരം ഒരു ചെറുപ്പക്കാരൻ 45-കാരൻ മാങ്കാക്കുഴി മരിച്ചു. ഞങ്ങൾ 3 പേരൂടെ അവിടെ പോയി. ഞാനുണ്ട്, ബിജു മാത്യു പാസ് ഉണ്ട്, നമ്മുടെ തോമസ് കുട്ടി പാസ് ഉണ്ട്. അവിടെ ചെന്നപ്പം എല്ലാവരും കൂടെ പറയും, പാസ് ഈ ചെറുപ്പക്കാരൻ 45-കാരന് എന്തായാലും മരിച്ച ഒരു ആശ്വാസ വാക്ക് പറയും. ഞാൻ പറഞ്ഞു, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണന വിട്ടാൽ പിന്നെ അവൻ അവിടെ 2 ടിക്കറ്റ് കിട്ടും, രക്ഷയുടെ ടിക്കറ്റ് എന്ന് പറഞ്ഞു. ആ സമയത്ത് 45-കാരന്റെ ശവം എഴുന്നേറ്റ്. ഞാൻ ചാത്തന്നു നിൽക്കും, തോമസൂട്ടി പാസ് റാന്നി നിൽക്കും, ബിജു പാസ് കൊല്ലകടവ് നിൽക്കും. അർത്ഥം, എവരെ കണ്ടവർ ഭയപരവശരായി ഓടുന്നൊരു കാലം വരാറായി. അടുത്ത വാക്യം എല്ലാവരും ബൈബിൾ കേൾക്കണം. അതിന്റെ 12-ാമത്തെ വാക്യം, അപ്പോൾ ഉയരത്തിൽ നിന്നൊരു ശബ്ദം, ഇവിടെ കയറി വരുവിൻ. അവർ മേഘ തട്ടുകളിൽ എടുക്കപ്പെട്ടു. മനസ്സിലാകുന്നവർക്കായി അവർ സ്വർഗത്തിലേക്ക് കയറി. അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. ഇന്ന് രാത്രി ഈ സംഭവം നടക്കുന്നത് ജെറുസലേമില. ഉയരത്തിലെ ശബ്ദം. അതിനു മുമ്പ് മകനീയ മിനിസ്ട്രിയിലെ കുഞ്ഞുങ്ങളോട് ഞാനൊരു കാര്യം പറയാൻ പോകുന്നു. മറ്റൊരു സംഭവം ഇവിടെ നടക്കും. സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ട് യഹൂദന്റെ വിടുതലിന് വേണ്ടി 2 സാക്ഷികളുടെ മേൽ ജീവശ്വാസം വന്ന് അവർ കാലൂന്നി നിൽക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുമെങ്കിൽ അതിന് 3.5 കൊല്ലം മുമ്പ് ഒരു ശബ്ദം ഇവിടെ കേൾക്കാം. അതിന്റെ പേരാ കർത്താവ് തൻ ഗംഭീര നാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാറാണ്. മകനീയ കൺവെൻഷന്റെ അവസാന രാത്രി, ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ദൈവദാസനാകുന്ന ഞാൻ പറയുന്നു, കാലം സമീപ, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിലേക്ക് മടങ്ങുക. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുടങ്ങാൻ കാലമായി. ഇസ്രായേല്, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒഴുങ്ങിക്കൊള്ളുക. വചനം മനസ്സിലാകുന്നവർക്കായി അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാഥം, ഇവിടെ കയറി വരിക. മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. മക്കളെ, ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ആ നാദം യെരുശലേമിൽ മുഴങ്ങുന്നതിന് മുമ്പ് തന്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ വരാറായി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ന്നു. ഇന്ന് രാത്രി ഒരു സംഭവം പറയാം. ഇന്ത്യയും പാകിസ്ഥാനും ഒരു യുദ്ധം ആരംഭിക്കാൻ പോകുന്നു. നിങ്ങൾ സങ്കല്പിക്കുക, ദൈവം സങ്കല്പിക്കുക, ദൈവമക്കൾ സങ്കല്പിക്കുക. അപ്പോൾ വെടിവെക്കുന്നതിന് 48 മണിക്കൂർ മുമ്പ് ഡൽഹിയിൽ നിന്നൊരു ബസ്സിനകത്തുനിന്ന് ഇസ്ലാമാബാദിന്റെ ഒരു 20 അംബാസഡർമാരെ AC കൊണ്ട് വാഗാതിർത്തി കൊണ്ട് നിർത്തും. എല്ലാവരും കേൾക്കണം. അപ്പോൾ ഇസ്ലാമാബാദിൽ ബസ് വരും. ഇന്ത്യയുടെ 20 കോൺസുലേറ്റുമാർ അതുണ്ട്. പാസ്പോർട്ട് നോക്കും. വാഗാതിർത്തിൽ അങ്ങോട്ട് പാകിസ്ഥാൻകാരെ അങ്ങോട്ട് കൊടുക്കും, ഇന്ത്യക്കാരെ ഇങ്ങോട്ട് കൈമാറും. എന്നതിന് ശേഷം ഗേറ്റ് അടയ്ക്കും, പതാക താഴ്ത്തും. ഒരു 24 മണിക്കൂർ കഴിഞ്ഞാൽ വെടിവെപ്പ്. അങ്ങനെയെങ്കിൽ അന്തിമത്തിൽ ഇസ്രായേലിനകത്ത് ഈ കാഴ്ച നടക്കുന്നതിന് മുമ്പ് മകനീയ മിനിസ്ട്രിയെ ഇവിടുന്ന് ഒരു ഒഴിച്ചുമാറ്റം നടക്കുക, ഒരു കൈമാറ്റം നടക്കുക. ആ കൈമാറ്റത്തിന്റെ പേരാ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ കൂട്ടുവാൻ 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ വരാറായി. അവൻ ഇതാ വരുന്നു, മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കാണും. അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കുക. എന്റെ കാന്തന്റെ വരവ് അടുത്തുപോയി. ഇന്ന് രാത്രി ഇതാ ഹമാസ് ഇസ്രായേൽ കോൺഫ്ലിക്റ്റിനകത്ത് ഒരു മതത്തെയോ ഒരു സംഘടനയോ ഒന്നും കുറ്റം പറയുന്നതല്ല. ഇത് ഇവിടെ തുടങ്ങിയ വിഷയമല്ല. അബ്രഹാമിന്റെ വീട്ടിൽ തുടങ്ങിയതാ. 1 സഹാക്ക് ഇസ്മായിൽ, 2 ഒരമ്മയുടെ ഉദരത്തിൽ ഏശാവ് യാക്കോബ്, 3 ഏറ്റവും നിർണായകമായ ഏലാ താഴ്വര ദാവീദും ഗോലിയാത്തും. ഇനി ഫൈനൽ നടക്കും യഹോശാഫാത്ത് താഴ്വര. അതൊക്കെ വലിയ പ്രസംഗം, സമയമില്ല. അതിനുശേഷം എ കോംപ്രമൈസ് ബിറ്റ്വീൻ അറബ് ലീഗ് ആൻഡ് ജൂയിഷ് സെറ്റിൽമെന്റ്, ദാറ്റ് മീൻ ആന്റി ക്രൈസ്റ്റ്. അത്തി തളിർത്തു, കൊമ്പിളതായി, വേനലെടുത്തു. ആ 3-4 ലോകം മഹായുദ്ധം കഴിഞ്ഞാൽ വരവിൽ അവൻ അടുക്ക വാതിൽക്കൽ വരും. യേശുവല്ല, 1 കോംപ്രമൈസ് യഹൂദനുമായിട്ട് ചെയ്യും. അവൻ ആലയം പണിയും. ഇന്ന് രാത്രി ആ ആലയം പണിയുന്നതിന് മുമ്പ് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കാൻ നമ്മുടെ കർത്താവ് മടങ്ങി വരും. 2 യഹൂദന്റെ മാനസാന്തരത്തിന് വേണ്ടി 2 സാക്ഷികളെ അയക്കും. ജെറുസലേം ജാതികളുടെ കയ്യിൽ ആന്റി ക്രൈസ്റ്റ് ടീം അവരെ കൊല്ലും. അവരുടെ ശബ്ദം
ഉയരത്തിൽ നിന്ന് അവർക്ക് ജീവൻ പ്രാപിക്കും, ശബ്ദം കേൾക്കും, ഇവിടെ കയറി വരിക. മക്കളെ, അതിന് 3.5 വർഷം മുമ്പ് കർത്താവിന്റെ ഗംഭീരനാഥം മധ്യാകാശത്തിൽ മുടങ്ങും. പ്രഭാഷണം അവസാനിപ്പിച്ചില്ല. 2-3 കാര്യം കൂടെ പറയുമ്പോൾ സമയം നമ്മുടെ മുൻപിലുണ്ട്. ഇനിയുള്ള ദിവസം എനിക്ക് സമയം അതുകൊണ്ട് പറയാം. അങ്ങനെയെങ്കിൽ കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു. 1-ാം മുദ്ര ഇന്നലെ ഇസ്രായേൽ, 3-ാം മുദ്ര, 4-ാം മുദ്ര അത് പറയുമ്പോൾ രാത്രി 3-ാം മുദ്രയും പറഞ്ഞ് ആ അഗ്നിപർവ്വതത്തിന്റെ സ്ഫോടനം പറയുമ്പോൾ അവസാനിപ്പിക്കാം. ബൈബിൾ എടുക്കാനുള്ളവർക്കും വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 5-6 വാക്യങ്ങൾ കൂടെ ബൈബിൾ ഒരിക്കണം. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവന്റെ കയ്യിൽ ഒരു തുലാസ് ഉണ്ടായിരുന്നു. ബൈബിൾ കൂടെ ആ തുലാസ് ഉണ്ടായിരുന്നു. 1 പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, 1 പണത്തിന് 1 ഇടങ്ങഴി യവം. എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുതെന്ന് 4 ജീവികളിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. ഇതാ ലോകത്തെ ഇന്നത്തെ GST വാറ്റ് മനസ്സിലാകുന്നവർക്കായി കിടക്കുന്നു. ഞാൻ 1-ാം മുദ്ര, ഈ മുദ്രകൾ തന്നെ പ്രശ്നിക്കണം, എത്ര ദിവസം എടുക്കും. വെളുത്ത കുതിര ഇസ്രായേൽ, 2 ചുവന്ന കുതിര മനുഷ്യൻ കൊല്ലും, 3 കറുത്ത കുതിരയെ കണ്ടു, ക്ഷാമം. അതാ വായിച്ചത് വെളിപ്പാട് 6:5-6. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവന്റെ കയ്യിൽ ഒരു തുലാസ് ഉണ്ടായിരുന്നു. അവന് 1 പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, 1 പണത്തിന് 1 ഇടങ്ങഴി യവം. എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുതെന്ന് 4 ജീവികളുടെ ഒരു ശബ്ദം. 4-ാം മുദ്ര ക്ലോറോക്സ്, അതാ വിളർമരിക്കും. വെളിപ്പാട് 6:7-8. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു മഞ്ഞക്കുതിര, അതിന്മേലിരിക്കുന്നവൻ മരണമെന്ന് പേർ, വാൾ കൊണ്ട്, ശാപം കൊണ്ട്, മഹാവ്യാധി കൊണ്ട്, ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊല്ലുവാൻ കാലാംശത്തിൽ അധികാരം. 6, 10, 11 കൈമേലും നെറ്റിമേലും മുദ്രയേൽക്കാത്തവരുടെ കീടാകാരൻ രക്തസാക്ഷികൾ. 6, 12, 13 അനവധി ദിവസത്തെ പ്രസംഗമാണല്ലോ. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പ, സൂര്യൻ കരിപ്പട പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യം, അത്തിവൃക്ഷം പെരുങ്കാറ്റിൽ നിൽക്കുന്ന ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴെ വീണു, പുസ്തകച്ചുരുൾ ചുറ്റുന്ന ആകാശം മാറിപ്പോയി, സകല ഭൂമിയും സ്വസ്ഥാനത്ത് ദ്വീപുകളും ഇളകിപ്പോയി. അന്ന് ബലവാനും ധനവാന്മാരും ദരിദ്രന്മാരും എല്ലാം മലകളോട് പാറകളോട് ഞങ്ങളുടെ മേൽ വീട് കുഞ്ഞാടിന്റെ കോപ ദിവസം വന്നു. ഈ ഭാഗത്തിന്റെ 2 ഭാഗം കൂടെ പറയുമ്പോ ഇന്ന് രാത്രി നിർത്താം. ഇന്ന് രാത്രി 2-3 മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു കറുത്ത കുതിര, അതിന്മേലിരിക്കുന്നവന്റെ കയ്യിൽ ഒരു തുലാസ്. അതാ 1 പൈമൻ സ്കെയില് മനസ്സിലാകുന്നവർക്കായി. എല്ലാ രാജ്യത്തും എല്ലാ സാധനത്തിന്റെ മേലും ബാർകോഡ് കണ്ടില്ലേ? ഇന്നത്തെ ഗൾഫ് രാജ്യത്ത് നിങ്ങൾ ചെന്നാൽ കണ്ടില്ലേ, ബാർകോഡ് കാണിച്ചാൽ പേനയായാലും സോപ്പായാലും ജീപ്പായാലും എല്ലാം വില കിട്ടും. ബാർകോഡ് അന്ത്യകാലമായി. അങ്ങനെയെങ്കിൽ ഈ പലയിടവൻ എനിക്ക് അറിയത്തില്ല. ഞാൻ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ വെച്ച് ആ ലാപ്ടോപ്പിലോട്ട് കാണിക്കുമ്പോൾ വളരെ കൃത്യമായിട്ടൊരു കാര്യം കാണാൻ പറ്റും. താണ്ട ഈ ബാർകോഡ് കണ്ടിട്ട് വില നിശ്ചയിക്കും. ഇതാ 1 പൈമൻ സ്കെയില്. അതാ നിങ്ങളുടെ ഗൾഫിൽ വാല്യൂ ആഡഡ് ടാക്സ്. ഇന്ത്യയിൽ വരുമ്പോൾ അത് GST ആയി താണ്ടെ വില നിശ്ചയിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇതാ ഞങ്ങളുടെ ബൈബിൾ ഒരുവന്റെ കയ്യിൽ ലോകം വരെ കമ്പ്യൂട്ടർ വില നിശ്ചയിക്കും. അടുത്തത് 1 പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, 1 പണത്തിന് 1 ഇടങ്ങഴി യവം. മനസ്സിലാക്കാം. കേരളം, ഗൾഫ് രാജ്യം എനിക്ക് അറിയത്തില്ല, നിങ്ങൾ അവിടെ പാർക്കുന്നത് കൊണ്ട് എനിക്കറിയത്തില്ല. കേരളത്തിൽ ഇന്ന് തലയെണ്ണിയ റേഷൻ കിട്ടുന്നത്. അതിനാ ഒരു വീട്ടിൽ 2 കിലോ അരി വെച്ചാ കിട്ടുന്നത്. അതിനാസ്പദമായി ഈ പോസ്റ്റ് കൈവച്ച റേഷൻ മേടിക്കും. 2016 ഇത് അസംബ്ലീസ് കൂടുമായിട്ട് ബന്ധപ്പെട്ട സമൂഹമായതുകൊണ്ട് പറയുന്നു. 2016 കാട്ടാക്കടയ്ക്കടുത്ത് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു കൈവച്ച റേഷൻ മേടിക്കുമെന്ന്. അപ്പൊ എല്ലാരും പറഞ്ഞു മാസ്റ്റർ ഇപ്പൊ ഈ പ്രസംഗിച്ച് നാട്ടങ്ങാണ്ട് പഠിച്ച് ലൂസായി. ഇതാണ് 2017 മനസ്സിലാകുന്നവർക്കായി. അപ്പൊ ഞാൻ പഠിപ്പിച്ച 2 കുഞ്ഞുങ്ങൾ TCS ഇൻഫോസിസിൽ ഉണ്ടായിരുന്നു. അവരെന്നോട് പറഞ്ഞു ഞങ്ങളെ കൈവച്ച് ഈ പോസ് വെച്ച് പഠിച്ചുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് റേഷൻ മേടിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു കുഞ്ഞുങ്ങളെ ഇത് പ്രസംഗിക്കാൻ പറ്റും? ഉറപ്പായിട്ട് പ്രസംഗിച്ചോളാൻ പറഞ്ഞു. ആധാറുമായിട്ട് ഫിംഗർ പ്രിന്റുമായിട്ട് ലിങ്ക് ചെയ്യുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു മോനെ, ബൈബിളിനകത്ത് ഇങ്ങനൊരു വാക്യമുണ്ട്. ഇയ്യോബ് 37 താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയുവാൻ അവൻ സകല മനുഷ്യന്റെ കൈമുദ്ര ഇടുന്നു. മാവേലിക്ക് റേഷൻ കൊടുത്താലും റേഷൻ കിട്ടും, മാങ്കാകുഴിയിലും കിട്ടും, കൊല്ലകടവിലും കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടത്തോട്ട് പുറത്തുകാടും കിട്ടും, എവിടെയും കിട്ടും. കൈ ഇതായി താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയാൻ സകല മനുഷ്യന്റെ കൈമുദ്ര ഇടുന്നു. അന്ന് 2017 പറഞ്ഞപ്പോ ആൾക്കാർ പറഞ്ഞു എനിക്ക് എന്തോ കുഴപ്പമാണ്, സ്വോത്രം. അപ്പൊ അവര് പറഞ്ഞ് പഠിച്ച് നട്ടുപോയതാണ്. ഇത് കർത്താവ് വെളിപ്പെടുത്തി അല്ല ഇത് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞാൽ പഠിപ്പിച്ചു. 2019 കാട്ടാക്കട ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏജിയുടെ കൺവെൻഷൻ തൊട്ടടുത്ത റേഷൻ കട 4 കിലോ 3 കിലോ 2 കിലോ 1/2 ലിറ്റർ മണ്ണെണ്ണ, പച്ചരി, ഇതെല്ലാം. അതാ ബൈബിൾ. 1 പണത്തിന് 1 ഇടങ്ങഴി യവം, 1 പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്. അടുത്ത വാക്യം നിങ്ങളോട് പറഞ്ഞുതരാം. എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്. അതാ കോവിഡ്. നിങ്ങൾക്കെല്ലാം അറിയാം, ഗൾഫിൽ ലോക്ക്ഡൌൺ വന്ന്, നാട്ടിൽ ലോക്ക്ഡൌൺ വന്നു. എന്താ സംഭവിച്ചത്? എണ്ണ, വീഞ്ഞ്. എണ്ണ എന്ന് പറഞ്ഞ പെട്രോള്. ഗൾഫിലും പമ്പ് തുറന്ന്, കേരളത്തിലും പമ്പ് തുറന്ന്. 2 വീഞ്ഞ്. നിങ്ങൾ ആശുപത്രിയിൽ പോകേണ്ട കാര്യമില്ലായിരുന്നു. മെഡിക്കൽ
മെഡിക്കൽ സ്റ്റോറിൽ പോകേണ്ട, വാട്സപ്പ് അടിച്ചു കഴിഞ്ഞാൽ മരുന്ന് കയ്യിൽ കൊണ്ടുവന്നു. കർത്താവിന്റെ വരവിന്റെ മുൻപിലെ ലക്ഷണങ്ങൾ. മലയാളം. എയർ അറേബ്യ വിമാനം ഷാർജയിൽ നിന്ന് പുറപ്പെടുന്നതിന് 3 മണിക്കൂർ മുമ്പ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. കാര്യങ്ങളെല്ലാം ശരിയാക്കണം. ഫൈനൽ ടച്ചിങ് എല്ലാം കഴിഞ്ഞ് വിമാനം പൊങ്ങണം. അതുപോലെ ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് അവൻ വന്നിട്ടില്ല. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കൂ. വരുന്നതിന് മുമ്പ് അളവ് തൂക്കങ്ങൾ, ബാർകോഡ്, 1/1 സ്കെയിൽ. 1 പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, 1 പണത്തിന് 1 ഇടങ്ങഴി യവം. എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്. 4 ജീവികൾ കോവിഡ്. എന്റെ സ്റ്റാർട്ടിങ്ങാ. ഇനി അടുത്ത വാക്ക് ബൈബിൾ കൂടെ. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ എല്ലാവരും ബൈബിളിൽ എടുക്കണം. ഷാർജക്കാരോ ദുബായ്ക്കാരോ ആയിക്കോട്ടെ. എസെക്കിയേൽ പ്രവചനം 4:10-11 ഞാനങ്ങ് വായിച്ചു. നീ ഭക്ഷിക്കുന്ന ആഹാരം 1 ദിവസത്തേക്ക് 20 ശേക്കൽ തൂക്കമായിരിക്കും. ഇസ്രായേലിനോടും ലോകത്തിനോടുള്ള ബന്ധത്തിലെ 20 ശേക്കൽ. ശേക്കൽ എന്നത് നിങ്ങളുടെ യുഎയിലും 200 ഗ്രാം. മനസ്സിലാകുന്നവർക്കായി ഷെക്കേലിന്റെ പ്രത്യേകത. പഴയ കാലത്ത് 32 വർഷമായി പണ്ട് ഞാൻ സാധനങ്ങൾ ചെന്ന് വില തൂക്കിയെടുക്കുന്ന എല്ലാം പോയില്ലേ. ഇന്ന് എല്ലാത്തിനകത്ത് ഗ്രാം. ബ്രെഡ് ഇത്ര ഗ്രാം, ചീസ് ഇത്ര ഗ്രാം, കുബൂസ് ഇത്ര ഗ്രാം, ബ്രെഡ് ഇത്ര ഗ്രാം. ഇതെല്ലാം ഗ്രാം കണക്കായി. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ തലയെണ്ണി ആകാരം 1 ദിവസത്തേക്ക് 20 ശേക്കൽ, മേ ബി 200 ഗ്രാം. ഇതാ കവർ ചപ്പാത്തി 10. അത് കഴിഞ്ഞ് നീ ഭക്ഷിക്കുന്ന ആഹാരം 1 ദിവസം 20 ശേക്കൽ. ബൈബിൾ കൂടെ എടുക്കണ. എസെക്കിയേൽ 4:10-11 അന്തിമകാലം. അത് കഴിഞ്ഞിട്ട് വെള്ളവും അളവ് പ്രകാരം ഈനിൽ 6 ഓഹരി കുടിക്കണം. മനസ്സിലാകുന്നവർക്കായി ബാക്കിയൂടെ കേട്ടാട്ടെ. ഇന്ന് വെള്ളത്തിനകത്ത് ഇൻഫെക്ഷന. പല വെള്ളത്തിനകത്തും അമീബ, മസ്തിഷ്ക ജ്വരം, എലിപ്പനി, വെസ്റ്റ് നൈൽ പനി, ഇതെല്ലാം വരുന്ന വെള്ളത്തിൽ കൂടെ. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ വെള്ളം അശുദ്ധമാകും. ഫിൽട്രേറ്റ് ചെയ്ത വെള്ളം തല അടയാളത്തിൽ കിട്ടും. വെള്ളവും അളവ് പ്രകാരം ഈനിൽ 6 ഓഹരി കുടിക്കണം. ഒരു വീട്ടിന് കറക്റ്റായിട്ട് വെള്ളം തരുമെന്ന് ഗൾഫിൽ പാക്വാപ്പിനെ അതുപോലെ തന്നെ മാസാപ്പിയൊക്കെ കിട്ടുമായിരിക്കും. നാട്ടിലെ കാര്യം നിങ്ങളോട് പറയാം. ഇതാ ബൈബിൾ. ഇന്ന് നാട്ടിൽ റേഷൻ കടയിൽ വെള്ളം 1 കുപ്പിക്ക് 10 രൂപ. നിങ്ങൾ നാട്ടിൽ വരുമ്പോ നോക്കണം, 10 രൂപ വെള്ളമുള്ളൂ. ഇതിപ്പോൾ തൽക്കാലം വെറുതെ റേഷൻ കടയിൽ 10 രൂപയ്ക്ക് കിട്ടുമെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ കൈവച്ചു വെള്ളം കുപ്പിക്കണക്കിന് മേടിക്കുന്ന കാലം. തലയെണ്ണി വെള്ളം കിട്ടും. ഇതാ ഞങ്ങളുടെ ബൈബിൾ. ഈനിൽ 6 ഓഹരി നിങ്ങൾ കുടിക്കണം. അതുകൊണ്ടായിരുന്നു കേരളത്തെ സ്കൂളുകളിൽ എവിടെ ചെന്നാലും വെള്ളം അമൂല്യമാണ്. തുറന്നു വിടരുത്. സന്തോഷമില്ല. ഇതിനകത്ത് ഏജിക്കാർ അനവധി പേരുണ്ട്. പറന്തൽ കൺവെൻഷനിൽ അവിടെ മാസയോഗ, സഭായോഗ, സഹോദരി യോഗ, സിസ്റ്റർ യോഗം. പൈപ്പിന്റെ മേലിൽ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്. യേശു വരാൻ കാലമായെന്നല്ല, ജലം അമൂല്യമാണ്. ഇതെല്ലാ സ്ഥലത്തും വരുന്ന ഗൾഫിലെ സ്കൂളുകളിൽ നേരിടാൻ പോവുക. അന്ത്യദിനം വരാൻ പോകുന്ന വെള്ളത്തിന്റെ വിഷയം. ഈനിൽ 6 ഓഹരി കുടിക്കണം. ഇവിടെ എല്ലാവരും കേൾക്കണം. വേണ്ട ഒരു കാര്യം, ദൈവം മനുഷ്യന് വെച്ച ചൂട് 17. ഇന്ന് ദുബായിൽ എനിക്കറിയത്തില്ല, മേ ബി 46 ഒക്കെ ആയിരിക്കും. വർഷം ഭയങ്കര ചൂടാന്ന് കുഞ്ഞുങ്ങൾ പറയുന്നത് കേട്ടു. സൗദി അറേബ്യ ഇവിടെ മേല് കയറും 42, 50. AC ഇല്ലാതെ കിടക്കാൻ പറ്റത്തില്ല. പണി നടക്കുമ്പോ സൈറ്റിന്റെ കീഴിൽ കിടക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു വാക്ക്, കുടിക്കാൻ വെള്ളം കിട്ടത്തില്ല. എന്റെ അച്ചായ അമ്മമ്മേ, എങ്ങനെ കുളിക്കാൻ വെള്ളം കിട്ടും? അന്നൊരു സംഭവം നടക്കും. എന്താ സംഭവം? ഇന്ന് രാത്രി കേട്ടോണേ. മനുഷ്യന്റെ ശരീരത്തിനകത്ത് പരുക്കൾ വരും. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ സ്കിൻ ഡിസീസ്. അങ്ങനെ വെള്ളം കിട്ടാതെ സ്കിൻ ഇൻഫെക്ഷൻ വരാൻ വരുന്ന കാലം. അന്ന് മരിക്കാൻ കൊതിക്കുന്ന ഒരു കാലം വരാറായി. പുറകെ കേട്ടോണ്ടേ ഇന്ന് രാത്രി എഴുന്നേൽക്കാവൂ. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നവർക്കായി എസെക്കിയേൽ 4:10-11 ഒരിക്കൽ കൂടി. നീ ഭക്ഷിക്കുന്ന ആഹാരം 1 ദിവസത്തേക്ക് 20 ശേക്കൽ. വെള്ളവും അളവ് പ്രകാരം ഈനിൽ 6 ഓഹരി കുടിക്കണം. അങ്ങനെയെങ്കിൽ വെള്ളം കിട്ടാത്ത കാലം. മനുഷ്യന്റെ ശരീരത്തിനകത്ത്, സ്കിന്നിനകത്ത് വെള്ളം കിട്ടാതെ സ്കിൻ ഇൻഫെക്ഷൻ വന്ന് മരിക്കുന്ന ഒരു കാലം വരാറായി. വരാനിരിക്കുന്ന ഘട്ടത്തിൽ നിൽക്കണോ? യേശുവിന്റെ വരവിൽ പോകണോ? നാളെ യോഗമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവസഭയിൽ തലമുറയിൽ എടുക്കപ്പെടാൻ പോകുന്നു. അതുകൊണ്ടാ വെളിപ്പാട് 3:10-11 പറയുന്നു, സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. വചനം മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി വചനം അങ്ങോട്ട് ശക്തമായിട്ട് കേൾക്കട്ടെ. വെളിപ്പാട് 3:10-11. അടുത്തത് എസെക്കിയേൽ 4:10-11 വരാം. വെള്ളവും അളവ് പ്രകാരം ഈനിൽ 6 നീ കുടിക്കണം. അത് യവദോശ പോലെ തിന്നണം. റേഷൻ കടയിൽ നിന്ന് കവർ ചപ്പാത്തി, ഗൾഫിലും കിട്ടും ആട്ടിയ മാവ്. ഇതെല്ലാം കൈവച്ച് ഫിംഗർ പ്രിന്റർ വഴി വേൽഡോണെ ഫിംഗർ ടിപ്പിൽ കിട്ടുന്ന കാര്യം.
യവദോശ പോലെ കഴിക്കണം. അടുത്ത വാക്ക് ബൈബിളുള്ളവർ അതോടെ എല്ലാവരും ഈ വാക്കെങ്കിൽ നോട്ട് ചെയ്യണം സഹോദരങ്ങള്. എസെക്കിയേൽ ചാപ്റ്റർ 4 വേഴ്സ് 10 and 11. അത് യവദോശ പോലെ കഴിക്കണം. 11 വാക്യം, മനുഷ്യർ അക്കാലത്ത് മനുഷ്യന്റെ മലമായ കാട്ടം കത്തിച്ച് അത് ചുടയണം. മനസ്സിലാകുന്നവർക്കായി വിറക് കിട്ടത്തില്ല. കാന്തന്റെ വരവ് നോഗയുടെ കാലം. നിങ്ങളിപ്പോ എമിറേറ്റ്സിലായിരിക്കുന്ന നാട്ടിൽ അച്ഛന്മാർ കൂടെ ഉണ്ട്. സെപ്റ്റംബർ മാസത്തിൽ മരച്ചീനി ഉണക്കുന്ന കാലം, നല്ല റബ്ബർ വെട്ടി ഒട്ടുപാലും ഒക്കെ എടുത്ത് അമ്മാമ്മമാരും അച്ഛനറിയാതെ കാശടിച്ച് മാറ്റുന്ന കാലം. അതുകൊണ്ട് ഇവിടെ പെരുമഴ, ചക്രവാത ചുഴി, ഉള്ള റബ്ബറിന്റെ ഇലയെല്ലാം പൊഴിഞ്ഞു പോയി. അങ്ങനെയെങ്കിൽ നോഹയുടെ കാലം, 40 രാവും 40 പകലും മഴ പെയ്താൽ ഒരു വിറക് കിട്ടത്തില്ല, പറങ്കാവ് കിട്ടത്തില്ല, റബ്ബർ കിട്ടത്തില്ല, എല്ലാം പോകും. അങ്ങനെയെങ്കിൽ എണ്ണ കിട്ടുവോ? ഇല്ല. അടുത്തത് 3-ാം ലോക മഹായുദ്ധം നടന്നാൽ ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കാം. ഇസ്രായേൽ ആദ്യമായിരുന്ന യമനില് അൽ ഹുദൈബ പോർട്ടാ. മനസ്സിലാകുന്നവർക്ക് എണ്ണത്തുറവ്. നിങ്ങളുടെ മുൻപിൽ ഒരു കാര്യം വരച്ചു കാട്ടിത്തരാം. സദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചപ്പോൾ ആദ്യകാലത്ത് ഷേഖിന്റെ വീട്ടിലെല്ലാം ആക്രമണം നടത്തിയത് എണ്ണക്കിണറില. അങ്ങനെയെങ്കിൽ 3-ാം ലോക മഹായുദ്ധം നടന്നാൽ സകല എണ്ണക്കിണറിനകത്ത് തീ വീണാൽ ഇന്ന് രാത്രി പെട്രോൾ കിട്ടത്തില്ല, ഗ്യാസ് കിട്ടത്തില്ല, ഒരെണ്ണവും കിട്ടത്തില്ല. മഴ പെയ്താൽ മരത്തിന്റെ തനിയും കിട്ടത്തില്ല. അച്ചായ അമ്മാമ്മയെ ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോ? എന്താ സംഭവം? കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ചപ്പാത്തി ആട്ടിയ മാവും കിട്ടു. ഒരുപക്ഷെ കുപ്പിവെള്ളം കൈവച്ച് മേടിക്കാം. അതാ കേരളത്തിലെ മാർബേലി സ്റ്റോർ ഇന്ന് രാത്രി സപ്ലൈകോയിലോ അതുപോലെ തന്നെ റേഷൻ കടയിൽ കുപ്പിവെള്ളം. പക്ഷേ ഒരു കാര്യം, മനുഷ്യന്റെ മലം വെയിലത്തിട്ടുണക്കി അതിന്മേൽ ചപ്പാത്തി ചുട്ടു തിന്നുന്നൊരു കാലം ഇവിടെ വരാറായി. ഇന്ന് രാത്രിയിൽ മകനീയ മിനിസ്ട്രിയെ വരാനിരിക്കുന്ന ഘട്ടത്തിൽ നിൽക്കണോ? യേശുവിന്റെ വരവിൽ പോകണോ? ഇന്ന് രാത്രി നീ മാനസാന്തരപ്പെട്. ഞങ്ങളൊന്ന് പോയി കഴിഞ്ഞാൽ, ആരാധിക്കുന്ന ദൈവമക്കൾ പോയാൽ ഇവിടുത്തെ സംഭവം ആ ദിവസത്തെ ഓർത്ത് യേശു പറഞ്ഞു. ബൈബിൾ കൂടെ വെച്ചാട്ട് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 4-ാമത്തെ വാക്യം, മകനീയത്തിനോട് എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതെന്ന്. മോനെ മോളെ എല്ലാവരും ഭജനം എടുത്താട്ടെ. അതുകൊണ്ട് പകലുള്ളിടത്തോളം ഇന്ന് രാത്രി ഞങ്ങളുടെ മാത്രം ജോലിയല്ല സുവിശേഷം. നിങ്ങൾ ഒരു കോഴ്സും പറയേണ്ട, ഒരു IPC പറയേണ്ട, ഒരു AGയും പറയേണ്ട. മതിലുകൾ അവസാനിക്കട്ടെ. ഒരു വ്യക്തിയോടെങ്കിലും യേശു രക്ഷകൻ എന്ന് പറയുവാൻ സ്വർഗം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. കൺവെൻഷനിൽ അടുത്ത വാക്കായി യോഹന്നാൻ 9:4 സജു ചാത്തന്നൂരിലെ പറഞ്ഞ്, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. കരമുയർത്തുന്നവർക്കായി ഓൺലൈനകത്ത് ബൈബിള് കൂടെ വരക്കണം. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. എന്നാൽ ഇന്ന് രാത്രി മകനീയ കൺവെൻഷന്റെ രാത്രിയിൽ ദൈവമക്കൾ പറഞ്ഞ ആ രാത്രി വരുന്നതിന് മുമ്പ് എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ രോഗോപശാന്തിയോടെ മധ്യാകാശത്തിൽ ഉദിച്ചുയരും. തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാക്കളെ പോലെ ഈ തലമുറയിൽ നിങ്ങൾ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുഭവിച്ച് മുഖ്യസ്ഥാനം വെച്ച് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവമക്കളെ ചേർക്കാൻ എന്റെ കാന്തൻ മടങ്ങി വരാറായി. എന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാകളനാഥ് ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. മക്കളെ, നിങ്ങളുടെ സൂംബ്ലാറ്റ് വരുന്നതിന് എനിക്ക് സന്തോഷമുണ്ട്. സ്വോത്രം. ഞാൻ ഈ പരിപാടി നിർത്തി വെച്ചിരുന്നതാ. അത് പറയാം. പാസ്റ്റർ ബിജു മാത്യു പാസ്റ്റർ കേട്ടാളുകളാണ്. കോവിഡ് കാലത്ത് സകലരും UK-ക്കാര്, അമേരിക്കക്കാര്, സൗദിക്കാര്, ഗൾഫുകാര് എത്ര പേര് എന്നോട് പറഞ്ഞു പാസ്റ്റർ പ്രസംഗിക്ക്. ദൈവനാമത്തിൽ പ്രസംഗിച്ചു. കുഞ്ഞുങ്ങൾ വണ്ടിക്കൂലിയായിരുന്നു. അവർ പിന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്റർ കോവിഡൊക്കെ മാറട്ടെ, പിന്നെ പാസ്റ്റർ ഞങ്ങൾ അവസരങ്ങൾ തരാം, അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോകാം. കോവിഡ് മാറി, സൂമും മാറി. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ അവർക്ക് കർത്താവിന്റെ വരവൊന്നും വേണ്ട. വേറെ 55 മിനിറ്റൊക്കെ പറയുന്ന താരങ്ങളെ കൊണ്ടുവന്ന്. അതുകൊണ്ട് ഞാൻ ഈ സൂമിനകത്ത് സമയം കൊടുക്കാതെ ഞാൻ നല്ലൊരു പാഠം പഠിച്ചതാണ്. അതുകൊണ്ട് പിന്നെ ബിജു മാത്യു പാസ്റ്ററിനോട് കണ്ടിന്യൂസ് പറഞ്ഞത് കൊണ്ട് ഞാൻ വടക്കേ ഇന്ത്യക്ക് പോകുന്നതിന് മുമ്പ് ഇത് കൊടുത്ത 6 ദിവസങ്ങളിൽ കർത്താവിനെ അനുവദിച്ചാൽ കേരളത്തിൽ കിടന്ന് ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞ് എന്തായാലും ഛത്തീസ്ഗഡിൽ പോകാനായിട്ട് നമ്മൾ തയ്യാറായി. ഒറീസയിലും പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് വിശാഖപട്ടണത്തും പോകുന്നുണ്ട്. ഇത്രയും സ്ഥലങ്ങളിൽ ഇവിടെ മീറ്റിംഗ് കുറവായിട്ട്. നോർത്ത് ഇന്ത്യ में जाएगा उन लोगों के साथ परमेश्वर का धन्यवाद करके अपना यीशु मसीह को बताने के लिए चाहिए. ഞാൻ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട പാസ്റ്റർ പറഞ്ഞ അവസാനം തോമസ് കുട്ടി സാറും എന്നോട് പറഞ്ഞ് എങ്ങനെങ്കിലും 3 ദിവസം കൊടുക്കണമെന്ന്. ഞാൻ ഒത്തിരി പാഠം പഠിച്ചതാ. രാവും പകലും പലർക്കും ഈ കോവിഡ് കാലത്ത് എത്ര വെളിനാട്ടിലുള്ള ചർച്ചുകൾക്ക് ഞാൻ മീറ്റിംഗ് കൊടുത്ത് അവരോട് ഞാൻ പറഞ്ഞു, ഞാൻ സത്യവചനം അതെല്ലാം റെഡി. അവര് ദൈവനാമത്തിൽ പറയാം വണ്ടിക്കൂലിയും തന്നു. പക്ഷേ കോവിഡ് മാറിയതിനു ശേഷം ഒറ്റ യോഗത്തിലോ ഒരു കാര്യത്തിലോ നാടൻ മലയാളത്തിൽ കായ്ക്കോ പിന്നോ ഇവരെ ആരും തുടിക്കത്തില്ല. അതുകൊണ്ട് ഈ വചനങ്ങൾ നിങ്ങൾ കേട്ടോണം.
അതുകൊണ്ട് ഇത് വല്ലപ്പോഴും കിട്ടുന്നു, ഒഴുക്കിക്കളയരുത്. ഈ വെളിപ്പാടോ കർത്താവിന്റെ വരവോ ആരും പ്രസംഗിക്കത്തില്ല. UAE കൺവെൻഷൻ വന്നാലും, ഷാർജ കൺവെൻഷൻ വന്നാലും, ദുബായ് കൺവെൻഷൻ വന്നാലും, എവിടെ വന്നാലും കർത്താവിന്റെ വരവ്, കർത്താവ് വരണമെന്ന് ആരും പറയത്തില്ല. സ്വത്രം. അതുകൊണ്ട് നിങ്ങൾ ഈ വചനം കളയരുത്. യോഹന്നാൻ 9:4 എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ചെയ്യേണ്ടതാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് യേശു ക്രിസ്തു വന്ന മതപരിവർത്തനത്തിനല്ല, ഒരു മതം ഉണ്ടാക്കാനല്ല വന്ന, ഒരു ഭാവി അക്കരെ നാട്ടിലെത്തിക്കാന്. അതുകൊണ്ട് ഇങ്ങനെ പറയണം, ഒരു കോശം പറയണ്ട, ഏജ് പറയണ്ട, IPC പറയണ്ട, ചർച്ചക്കോട് പറയണ്ട. എന്റെ പാപത്തിൽ നിന്ന് എന്നെ വിടുവിച്ച് ഇന്നും എന്നെ ഈ ദേശത്ത് നിലനിർത്തിയത് എന്റെ യേശു എന്ന ഏകരക്ഷകൻ. അങ്ങനെ പറയുന്ന ഒരു തലമുറയെ പരിശുദ്ധാത്മാവ് ഈ തലമുറയിൽ വാർത്തെടുക്കട്ടെ. നിങ്ങൾ ജോലി ചെയ്യുന്നതിനൊപ്പം നിങ്ങൾ ക്രിസ്തുവിന്റെ നല്ല പടയാളികളാൽ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും അനേകം പേരോട് സുവിശേഷം പറയുവാനും, അറ്റനിവേ ലേബർ ക്യാമ്പിലെങ്കിലും ചെന്ന് കൂലിത്തൊഴിലാളിയോട് പറയണം, യേശു രക്ഷകന മോനെ, നീ യേശുവിനെ കാണാൻ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നു പറയാ. മകനീയത്തിനകത്ത് അന്ത്യകാലത്ത് ഉണർവിന് വേണ്ടി ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് വാർത്തെടുക്കട്ടെ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കാൽ. അനന്തര സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാകളനാഥ് ഇവിടെ കാര്യവരിക മേലാൻ സംഭവിക്കാനുള്ള ഞാൻ നിനക്ക് കാണിച്ചുതരാം. 2 ഭാഗങ്ങളിലൂടെ പറഞ്ഞ് ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. പൊട്ടുന്നു, അഗ്നിപർവ്വതം പൊട്ടാറായി. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 2-3 വാക്യങ്ങൾ. സമയം മാസ്റ്റർ തന്നതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് സംസാരിക്കാം. ഇനി കേൾക്കണം. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 2-3 മരണമില്ലാത്ത കാലം. ഒരു കമ്പാർട്ട്മെന്റ് പറയുമ്പോൾ ഇന്ന് നിർത്തും. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 9:2. അവൻ അഗാധ കൂപം തുറന്നു, ഉടനെ പെരുച്ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. രാത്രി ഇനി വളരെ താഴ്ന്നോട് 40-ൽ പരം അഗ്നിപർവ്വതം പൊട്ടാൻ കിടക്കുക. അതിന്റെ പേര വൾക്കാനോ എക്സ്പ്ലോഷൻ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു സുനാമി. സുനാമി എന്ന് പറയുന്നത് കടലിലെ തിരയല്ല, കടലിനടിയിൽ അഗ്നിപർവ്വതം പൊട്ടിയതാണ്. ഇവിടെ നിങ്ങൾ നല്ല വിദ്യാഭ്യാസമുള്ള കുഞ്ഞുങ്ങളാ. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോയി. അഗ്നിപർവ്വതം പൊട്ടിയാൽ ആകാശത്തിൽ നിന്ന് പുക വരും. നിങ്ങൾ എമിറേറ്റ്സിലൊക്കെ യാത്ര ചെയ്യുന്നവരാ, ചെക്ക് ചെയ്താൽ കിട്ടും. ഇടയ്ക്ക് 2 വർഷം മുമ്പോ പിന്നെ നമ്മുടെ റഷ്യയിൽ ഐസ്ലാൻഡിൽ ഒരു അഗ്നിപർവ്വതം പുകഞ്ഞു. ആകാശത്തിൽ നിന്ന് പുക 40 ദിവസം വിമാനം പോയില്ല. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ അഗ്നിപർവ്വതം പൊട്ടും. അഗ്നിപർവ്വതം പൊട്ടിയാൽ എന്ത് സംഭവിക്കും? കൂപത്തിലെ പുകയാൽ ആകാശവും ഭൂമി ഇരുണ്ടു പോകും. അതാ ബൈബിൾ താഴ്മയോടെ നിങ്ങളോട് പറയാം. അന്ധകാര ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്ന കാലം. അങ്ങനെയങ്കാർ ഇന്നൂടങ്ങ് ശ്രദ്ധിച്ച് കേട്ടോ. അന്ത്യദിനം. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവമക്കളെ, അന്ന് പിന്നെ ഇരുണ്ടുപോയി. ഇനി ആ സംഭവം പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. എല്ലാരും കേട്ടാട്ടെ. അപ്പം ഭൂമി പുകയെന്ന് കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ അത് എല്ലാരും കേട്ടോണം. അടുത്ത വാക്കൂടെ ബൈബിൾ വായിച്ചെങ്കിലും നിനക്കറിയാവൂ. നെറ്റിയിൽ 9 വെളിപ്പാട് 9:4 ദൈവത്തിന്റെ നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയ്ക്കും യാതൊന്ന് വൃക്ഷത്തിനും അതിന് കേടുവരുത്തരുന്നതിന് കൽപ്പന ഉണ്ടായി. വൃക്ഷത്തിനും പച്ചപ്പുല്ലിനും ഉണ്ടല്ലോ. ആ വെട്ടുക്കിളി കുത്തും. ഏതാ? നമ്മുടെ തേളിന്റെ വാൽ. അന്ന് അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പാൻ അത്രേ അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന തന്നെ. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, തള്ളപ്പെട്ട ദൂതന്മാർ. വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനമുണ്ട്. അപ്പല്ലോൻ അബദോൻ ഇതെല്ലാം അഗാധ കൂപത്തിൽ നിന്ന് എഴുതി വരും. പത്രോസ്ലീഹ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം അന്ധതമസത്തിനകത്താക്കി. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ 5 മാസം അവരെ ദണ്ഡിപ്പിക്കും. കോവിഡ് വന്ന് ഗൾഫ് രാജ്യത്ത് നിങ്ങൾ പ്രോട്ടീൻ പഠിച്ച് ഞങ്ങളെ പോലുള്ളൊരു വൈറ്റമിന് മഞ്ഞൾ വെള്ളം സിങ്കോപിച്ചൊക്കെ അടിച്ച് 14 ദിവസം കൊണ്ട് കോവിഡ് ഔട്ടാക്കി. പക്ഷെ ഇന്ന് രാത്രി കേട്ടോണം, കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ തേൾ മനുഷ്യനെ കുത്തുന്നത് പോലെ വേദന. ഒരു പ്രോട്ടീൻ ട്രിപ്പ് അടിച്ചാലൊന്നും വേദന മാറത്തില്ല. അക്കാലത്ത് വെളിപ്പാട് 9:6 ബൈബിൾ ഉള്ളവരെല്ലാം എടുക്കണം. നിങ്ങൾ ഈ പ്രസംഗം കേൾക്കണം. റെക്കോർഡ് ചെയ്ത് നാട്ടുകാർക്കും കൊടുത്താട്ട്. ആ കാലത്ത് മനുഷ്യൻ മരണമന്വേഷിക്കും, കാണുകയില്ലതാരും മരിപ്പാൻ കൊതിക്കും. രാത്രി കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ 5 മാസം മനുഷ്യനെ ദണ്ഡിപ്പിക്കുന്ന സെഗ്മെന്റ് ഈ തേള് കുത്തും. ഇന്ന് രാത്രി മനസ്സിലാകുന്നവർക്കായി പണ്ടൊരു ഉപദേശി പ്രസംഗിച്ചു, പുകയിൽ നിന്ന് വെട്ടുക്കിളി സദാം ഹുസൈന്റെ ഹെലികോപ്റ്റർ എന്ന്. സദാം ഹുസൈന്റെ ഹെലികോപ്റ്റർ ഒന്നും അല്ല, പുകയിൽ നിന്ന് വെട്ടുക്കിളി. അപ്പല്ലോൻ അബദോൻ. ബാക്കി മൊത്തം വായിക്കുന്നില്ല. എനിക്കൊരു കമ്പാർട്ട്മെന്റ് കൂടെ പറഞ്ഞ് നിർത്താനുകൊണ്ട് എനിക്ക് ശ്വാസം മുട്ടുന്നത് കൊണ്ട്
ഇന്ന് രാത്രി നിങ്ങളോട് പറയുക, മനുഷ്യൻ അക്കാലത്ത് മരണം അന്വേഷിക്കും, മരണം കാണത്തില്ല. ഇവിടാണ് മെഡിക്കൽ സയൻസ്. കഴുത്തിന് ചുറ്റും ക്രോമസോം ഉണ്ട്. കിടക്കുന്ന പോലെ കിടക്കും. എന്നാ വിചാരിക്കും നാട്ടിൽ വന്ന് മരത്തെ കയറാന്ന്. ചെങ്ങന്നൂർ ആലേ കയറി മരത്തെ കയറി തികച്ചു തൂങ്ങും. ജൂത കിടക്കുന്ന പോലെ കിടക്കും. ക്രോമസോം ഡു നോട്ട് ഡിവൈഡ് ക്രോമസോം. ഇവിടെ ഡിവൈഡ് ആവത്തില്ല. എന്നാ വിചാരിക്കും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ പോകുന്നു. ശരീരത്തിനകത്ത് ട്രെയിൻ കയറും, പക്ഷെ മുറിഞ്ഞു മാറത്തില്ല. പെരുമ്പാൻ പൊട്ടുന്ന പോലെ ഒട്ടും. അങ്ങനെ ഒരു കാലം വരും. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും, കാണുകയില്ല താനും. മരിപ്പാൻ കൊതിക്കും, മരണം അവനെ വിട്ടോടി പോകും. രാത്രി ചെങ്ങന്നൂര് തന്നെ വിളിക്കാം. ചെങ്ങന്നൂര് രാവിലെ അച്ചായന്മാര് രാവിലെ കടയിൽ ചായ കുടിക്കാതിരിക്കുമ്പോ ഒരു കിളി വരും. നമ്മുടെ നാടൻ ഭാഷ തമാശയാലും കുഴപ്പമില്ല. അച്ചായന്മാര് പറയും, കിളിയെ കിളി കിളിയെ നീലാഞ്ചന പൈങ്കിളിയെ. എന്റെ പൊന്നു മക്കളെ, നീലാഞ്ചന പൈങ്കിളിയല്ല ഇത്, തേളിനെ കുത്തുന്ന വാലുവായിട്ട് കുത്തും. കടയിരിക്കുന്ന അച്ചായന്മാരുടെ ഓടും. അപ്പൊ ചെങ്ങന്നൂർ അടുത്ത സ്ഥലം കേട്ടെ, മാവേലിക്കര ഒട്ട് കിളി പോയപ്പോൾ ഞങ്ങളുടെ മാവേലിക്കല് അബ്രാച്ചാന് ശോശാമാമി, അബ്രാച്ചാന്റെ കുഞ്ഞ് ജോമോൻ, മരുമോള് ജോസ്മി, അവര് കട്ടിലെ കിടന്ന് ഉറങ്ങുന്നു. കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ വീട് മുറി അടച്ചിരിക്കുന്നു. അമ്മാമ രാവിലെ കാപ്പിയാട്ട് അച്ചായന് വരും. ഞങ്ങളുടെ അടക്കം മലയാള മനോരമ വായിച്ചുകൊണ്ടിരിക്കുക. പാസ്റ്റർമാരുടെ കാരൊക്കെ ചപ്പം നോക്കിയപ്പോ അമ്മാമ ചാരുകസേര അച്ഛൻ മനോരമ വായിച്ചകത്തുനിന്ന് എൽബിന്ന് മോൻ കൊണ്ടുവന്ന് നല്ല ലിപ്റ്റൻ ടീ നല്ല ടീവായിട്ട് കൊണ്ടുവരുമ്പോ ഒരു കിളി വരുന്നു. അമ്മ പറഞ്ഞ അച്ഛൻ കട്ടകാലം തീരാറായി, പച്ചവെട്ടിൽ വരാൻ പോ, ലോട്ടറി അടിക്കാൻ പോകുന്നു. എന്റെ ശോശാമാമേ, ഇത് ലോട്ടറി അല്ല, ഞവ പച്ചവെട്ടില. കാപ്പി കൊണ്ടുവരുന്ന അമ്മാമയ്ക്ക് ഒരു കൂത്ത്, പാല് വെച്ച് തേള് കുത്തുന്ന പോലെ അച്ഛനും ഒരു കൂത്ത്. സ്വോത്രം വിടത്തില്ല, രണ്ട് നിലവിളി. അതിന്റെ ഇടയ്ക്ക് മോള് ജോമോനും ജോസ്മിയും ഇവിടെ അകത്ത് കിടക്കുക. ജനലിന്റെ ഇടയ്ക്കൂടെ അല്ലെ കഥയുടെ ഇടയ്ക്കൂടെ വാലി കയറ്റി ഓരോ കുത്ത്, നിലവിളി ഉയരും. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. മരിപ്പാൻ കൊതിക്കും. ഇന്ന് ജീവിക്കാനാ കൊതിക്കുന്നത്. ഞങ്ങളെ പോലുള്ളവർ പറഞ്ഞ് എത്ര ലക്ഷം ചെലവാക്കിയാലും ഒരു 5 കൊല്ലം കൂടെ കിട്ടിട്ട് ജീവിക്കാൻ കൊതിക്കും. അന്ന് ഒരുവൻ മാത്രം കരയും. ആരാ? 5 മാസം മരണമില്ലെങ്കിൽ ശവപ്പെട്ടിക്കാരൻ. അതുകൊണ്ട് ഇന്ന് രാത്രി മകനീയത്തിന്റെ ഈ വർഷത്തെ കൺവെൻഷന്റെ അവസാന രാത്രി കരമുയർത്തുന്നവർക്കായി ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഇതാകുന്നു രക്ഷാ ദിവസം. ഒരു രാത്രി കൂടി. മെസ്സേജിന്റെ അവസാന ഭാഗം, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമം. വചനം മനസ്സിലാകുന്നവർക്കായി കമ്പാർട്ടറിലൂടെ പറയാം, അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അനവധി കുഞ്ഞുങ്ങൾ ജോലിക്കാരതിനകത്ത് സഹകരിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കഥയും കൂടെ പറഞ്ഞുതരാം. അമേരിക്കയിൽ ആൻഡ്രൂ ജാക്സൺ, എല്ലാവരും കേട്ടാട്ട്. ആൻഡ്രൂ ജാക്സൺ ആയിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ്. അക്കാലത്ത് ഒരു പയ്യനുണ്ടായിരുന്നു ജോർജ് വിൽസൺ. അമേരിക്കയുടെ ചരിത്രം. 2 പേരെ കൊന്നു. മനസ്സിലാക്കണം. അവനെ അമേരിക്കൻ ഫെഡറൽ കോർട്ട് കൊടുത്ത തൂക്കുമര. അവസാനം ദയാഹർജിയായിട്ട് എവിടെ പോയി? കോടതിയിൽ പോയി. ജഡ്ജി പറഞ്ഞ അവൻ 28-30 വയസ്സ് പ്രായമുണ്ട്, അവൻ അറിഞ്ഞുകൊണ്ടാ കൊന്നത്. തൂക്കുമരം. അപ്പൊ ആരാണ്ട് പറഞ്ഞു, അയ്യോ അപ്പനോടും അമ്മയോടും പറഞ്ഞ് നിങ്ങൾ ഇപ്പൊ അമേരിക്കയിൽ ആൻഡ്രൂ ജാക്സനെ കാണും, ദയാഹർജി കൊടു, വൈറ്റ് ഹൗസ് തീർപ്പാക്കും. അവിടെ ചെന്നു. ഇവരുടെ കരച്ചിൽ കണ്ട് ഒരു മോനെ ഉള്ളായിരുന്നു ജോർജ് വിൽസൺ. അവര് ദയാഹർജി കൊടുത്തു. അവര് പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞു, എല്ലാവരും കേൾക്കണം ഈ കഥ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ 2 പേപ്പർ തരാം, ജയിലിൽ കൊണ്ട് സൂപ്രണ്ടിനെ ഒപ്പിടിക്കണം. ഇവൻ നല്ല നടപ്പ്. ജോർജ് വിൽസൺ പറയണം, ഞാൻ ഇനി ആരെ ഒരു കുറ്റവും ചെയ്യത്തില്ല. അപ്പനും അമ്മ 2 പേപ്പർ വൈറ്റ് ഹൗസിൽ നിന്ന് വന്നിട്ട് ജയിലിലേക്ക് വന്ന് അമേരിക്ക. എല്ലാരും കേട്ടാട്ട് അവര് വിളിച്ചു, മോനെ ആൻഡ്രൂ ജാക്സൺ. അപ്പൊ സൂപ്രണ്ട് ചോദിച്ചു, എന്താ വിളിക്കുക? മോനെ ജോർജ് വിൽസൺ. സൂപ്രണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് 2 പേപ്പർ കിട്ടി സാർ. അദ്ദേഹത്തിന് സന്തോഷമായ ഒരു പേപ്പർ വെച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി മോനെ കൊണ്ട് ഒപ്പിടിച്ചിട്ട് പോയി, എന്റെ പേപ്പർ ഞാനും തരാം, അവൻ കുഴപ്പം കാണിക്കത്തില്ല. മോൻ ജയിലിനകത്ത് മറിഞ്ഞു നിൽക്കുക. ഇന്ന് രാത്രി കേട്ടോണം. ജയിലിനകത്ത് മറിഞ്ഞിരിക്കുന്ന കുഞ്ഞിന്റെ അമേരിക്കയിലെ വൈറ്റ് ഹൗസിന്റെ പേപ്പർ അപ്പനും അമ്മയും കൊണ്ടു കൊടുത്തു. ഇതുപോലെ പേപ്പർ കാണിച്ചിട്ട് പറഞ്ഞു, മോനെ ഈ പേപ്പർ ഒന്ന് സൈൻ ചെയ്താട്ട് നിനക്ക് വിടുതലിന് ഹർജിയാം. മമേ ജയ, നാളെ യോഗമില്ല. കേട്ടാട്ടെ. അവനത് അലക്ഷ്യമായി വലിച്ചു കയറിക്കളഞ്ഞു. എന്താ സംഭവിച്ചത്? അവര് നിലവിളിച്ചു. അപ്പോൾ സൂപ്രണ്ട് ഓടി വന്നു, അയ്യോ അയ്യോ, ഇത് അമേരിക്കൻ പ്രസിഡന്റിന്റെ പേപ്പർ. അവന്റെ അവസാന ചാൻസും അവൻ നഷ്ടപ്പെടുത്തി. എല്ലാവരും കേട്ടാട്ടെ. ആ സമയത്ത് വീണ്ടും അവര് പ്രസിഡന്റ് അടുത്ത് പോയില്ല, കോടതിക്കകത്ത് പോയി. ജഡ്ജിയോട് പറഞ്ഞു. ജഡ്ജി പറഞ്ഞു, ഞാൻ അവനെ തിരസ്കരിച്ചതാ. എന്നിട്ട് നിങ്ങളുടെ കണ്ണീര് കണ്ടിട്ട് അമേരിക്കൻ പ്രസിഡന്റ് 2 പേപ്പർ തന്ന് അവൻ ഒപ്പിട്ട് പുറത്തു വരാതോ?
അവൻ അവസാന ചാൻസ് നഷ്ടപ്പെടുത്തി. ഇന്ന് രാത്രി നാളെ യോഗമില്ല. ഇന്ന് രാത്രി നിന്റെ മുൻപിൽ രക്ഷയുടെ ബോർഡിംഗ് പാസ് ഉണ്ട്. ഇന്ന് രാത്രി ആ ബോർഡിംഗ് പാസ് നഷ്ടപ്പെടുത്തിയാൽ വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് നീ വീണ് പോകും. ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്കായി പുണ്യസ്ഥലങ്ങൾ തേടേണ്ട, സ്വോത്ര കാഴ്ചകൾ കൊടുക്കേണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് ഞാനൊരു പാപിയാണ്, 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു, അവന്റെ ചങ്കിലെ ചോരയാൽ എന്റെ പാപത്തെ ഒന്ന് ശുദ്ധീകരിക്കണമെന്ന് ഇന്ന് രാത്രി മകനീയൻ കൺവെൻഷനകത്ത് ആര് കരമുയർത്ത് ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവ പുസ്തകത്തിൽ പേരുള്ളവരെ ചേർക്കാൻ എന്റെ കാന്തൻ മടങ്ങി വരാറായി. ഒരു രാത്രി കൂടി ഇന്ന് രാത്രി ഞാൻ വീണ്ടും സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിൽ എന്ന് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാത്ത്. മകനീയമേ, ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരുപ്പാൻ ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ഇന്ന് രാത്രി ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂടായി മാറ്റാൻ എന്റെ കാന്തൻ മടങ്ങി വരാറായി. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ ചപ്പാത്തി ചൂട്ട് മനുഷ്യന്റെ മരത്തിൽ നിന്ന് അതൊക്കെ ചുട്ട് തിന്നണോ, കുപ്പിവെള്ളമൊക്കെ കുടിക്കണോ, വെട്ടുകുളിയുടെ കുത്തു കിട്ടണോ, പോകണം. അങ്ങനെയെങ്കിൽ പോകാനൊരു വഴി കൂടെ പറഞ്ഞുതരാം. യോഹന്നാൻ 14:1-2-3 സയൻസ് കൂടെ പറഞ്ഞു നിർത്താം. 7 അടിസ്ഥാന ഉപദേശം പറയാം. യോഹന്നാൻ 14:1-2-3 നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പി, എന്നിലും വിശ്വസിപ്പി. എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. യേശുക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം. രാത്രി എല്ലാവരും കേൾക്കണം. ഉലകത്തിലെ മഹാന്മാരെല്ലാം കല്ലറയ്ക്കകത്ത് കിടക്കുക. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾക്ക് ചങ്കൂറ്റത്തോടെ പറയാം. ആരൊക്കെയാ? സ്തോത്രം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ബാപ്പുജി, ഇന്ന് നെഹ്റുജി, രാജീവ് ഗാന്ധി രാജ്ഘട്ടിൽ കിടപ്പുണ്ട്. കുഴപ്പമില്ല, ബഹുമാനത്തോടെ. കാറൽ മാർക്സ് എംഗൽസ് ബ്രിട്ടനിൽ കിടപ്പുണ്ട്. കുഞ്ഞുങ്ങളെ, അതിനുശേഷം സ്റ്റാലിനും ലെനിനും കിടക്കുന്നത് റഷ്യയിലെ ക്രെംലിൻ കൊട്ടാരത്ത്. രാത്രി മഹനീയത്തോട് പടിഞ്ഞാറെ പലസ്തീനിലെ ചരിവിൽ അരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു. 26 ഭാഷകളിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. എന്താ എഴുതി വെച്ചിരിക്കുന്നറിയോ? അവൻ ഇവിടെയില്ല. He is no more here. അവൻ മരിച്ചവരിൽ ആദ്യബലക്കറ്റായി ഉയർത്തെഴുന്നേറ്റെങ്കിൽ നാളെ മഹനീയത്തിന് കൺവെൻഷനില്ല. തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമതും മടങ്ങി വരും. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ക്രൂശീകരണത്തിന്റെ തലേന്ന് ഇവിടെ ഒരു സയൻസാ, എല്ലാവരും കാണണം. റിപ്പോർട്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ ക്ലിയർ ആയിരിക്കണം. ജീവിക്കാൻ വേറെ 3 ഭൂമി. എല്ലാവരും സ്ക്രീൻ കണ്ടോണം. ശൂന്യാകാശത്തിൽ മിൽക്കി വേ ഗാലക്സിയിൽ എത്ര ഗ്രഹങ്ങൾ? 9 ഗ്രഹങ്ങൾ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. അതാണ് അല്ലല്ലോ. ഷാർജ സ്കൂളിൽ പോകുമ്പോ പിന്നെ കല്ലെറിയാൻ പോകുന്നു. എന്റെ കൂടെ പഠിച്ചവർ അവരോട് ഇംഗ്ലീഷിലുള്ള ടീച്ചേഴ്സ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. സ്വോത്രം. അവരോട് പോകുമ്പോ ചുമ്മാതെ വണ്ടി ഇരുന്ന് കല്ലെറിയാൻ ഐസ്ക്രീം തിന്നാൻ പോകരുത്. ഇത് പഠിക്കണം. 9 ഗ്രഹങ്ങൾ: ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറനാസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. 9ാമത്തെ ഗ്രഹമില്ല. അവിടെ താണ്ട് വീട് വെക്കാൻ മാസ്റ്റർമാർ ബൈത്തും വെക്കാൻ മരവും കൊമ്പും വെട്ടിയോലും വെട്ടിയമ്മ. അവിടെ ബാക്കിയൂടെ കേട്ടാണ്ട് 6000 കോടി വാസയോഗ്യ ഗ്രഹങ്ങൾ. ആണ്ട് 6000 crores കമ്പാർട്ട്മെന്റഡ് മിൽക്കി വേ ഗാലക്സി. അവസാന ഭാഗങ്ങളിൽ എല്ലാവരും കേൾക്കണം. 6000 കോടി വാസയോഗ്യ ഗ്രഹം. 5 കമ്പാർട്ട്മെന്റ്. 1 മരിച്ചവരിൽ ആദ്യം വിലക്കറ്റിയ ക്രിസ്തു. 2 സഭയാകുന്ന മണവാട്ടി. 3 പീഡാകാല രക്തസാക്ഷി. കൈമേലും നെറ്റിമേലും ചിപ്പുവെക്കത്തില്ല, യഹൂദന്റെ തല ഇറക്കുന്നത്. 4 നേരത്തെ പറഞ്ഞ 2 ചേട്ടന്മാർ. 1 ഏലിയാവ്. ഒരു പക്ഷെ ഹാനോ കാട്ട് മോശമാവട്ടെ, നമ്മൾ ഇനി ആരോട് മടക്കുന്നില്ല. 2 പേര് വരും, അവര് മരിച്ചടക്കപ്പെട്ടു പോകും. 5 പഴയ നിയമ വിശുദ്ധന്മാർ. ഹാബേൽ മുതൽ ക്രൂശിലെ കള്ളൻ വരെ വാഴുവാൻ 6000 കോടി വീടൊരുങ്ങി. ഇന്ന് രാത്രി നാളെ യോഗമില്ല. നീ ഒരുങ്ങിയിട്ടുണ്ടോ? ആ വീട്ടിൽ പോവാനാ ഈ കൺവെൻഷൻ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വീടുണ്ടോ? പറഞ്ഞുതരാം. നിർത്താൻ പോവാ. എന്താ കഴിഞ്ഞ ദിവസം എല്ലാവരും കേൾക്കണം, എല്ലാവരും കേൾക്കണം. നിങ്ങൾ UAക്കാർ കേൾക്കണം. കഴിഞ്ഞ ദിവസം നമ്മുടെ സുനിത വില്യം പിച്ചുമോറോട് ശൂന്യാകാശത്തിൽ പോയി. അവിടെ ചെന്നെന്താ, അവരുടെ പേടകത്തിന്റെ ടയർ അങ്ങ് പഞ്ചറായിപ്പോയി. മനസ്സിലാകുന്നവർക്കായി നമ്മുടെ ചെങ്ങന്നൂരിൽ പോലെ കന്യാകുമാരി സൂപ്പർഫാസ്റ്റിന്റെ ടയർ പഞ്ചറാവുന്നുണ്ട്. അവര് ട്രംപ് നമ്മുടെ ബൈഡനെ വിളിച്ച സാർ ഞങ്ങളുടെ പേടകമൊക്കെ പോയി നിറക്കണം. സുനിത വില്യംസ് പണ്ട് ഇന്ത്യക്കാരിയായിരുന്നു. അപ്പം ഇന്ത്യയുടെ ISROയ്ക്ക് മെസ്സേജ് കിട്ടി പേടകം ഉണ്ട് എന്ന് കൊണ്ടുവരാനായിട്ട്. വില്യം പിച്ചുമോർ നാസയുടെ നല്ലൊരു സയന്റിസ്റ്റാ. എല്ലാവരും കേൾക്കണം, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. ഇതിനൊക്കെ വേണ്ടിയാ നാസയുടെ സയന്റിസ്റ്റാ. അവര് ബൈഡനോട് പല പ്രാവശ്യം മെസ്സേജ് അയച്ചു.
അപ്പം നാസ പറഞ്ഞു രക്ഷയിൽ ഒരു പേടകം ഉണ്ടാക്കി ഇനി ശൂന്യാകാശത്തിൽ വിടണമെങ്കിൽ കുറെ സമയം എടുക്കും. ഇപ്പൊ നമ്മുടെ ശുഭാംശു ശുക്ല ഉത്തർപ്രദേശിൽ നിന്നൊക്കെ പോയതൊക്കെ വർഷങ്ങളായിട്ടുള്ള വൈക്കന്നൂർ ഇത് പേടകമൊക്കെ ഉണ്ടാക്കിയതാ. അതുപോലെ മനസ്സിലാകുന്നവർക്കായി. അപ്പൊ എന്തായാലും പിന്നെ ബൈഡൻ ഫോണും എടുത്തില്ല. ഞങ്ങളുടെ ഉപദേശിമാരാണൊക്കെ പരിധിക്ക് പുറത്തായി. അങ്ങനെ ഇരുന്നപ്പോഴാ വായാടി ട്രംപ് വന്നത്. വളരെ സ്നേഹത്തോടെ വായാടി ട്രംപ് വന്ന് ഇവര് മെസ്സേജ് അയച്ചു നാടൻ ഭാഷ, ട്രംപ് ചേട്ടാ ഞങ്ങൾ ഇവിടെ കുടുങ്ങി കിടക്കാം, വല്ല രക്ഷയുണ്ടോന്ന്. ട്രംപ് നാസറോട് ചോദിച്ച് രണ്ടുപേരും മേലെ കിടപ്പുണ്ട്. ഇപ്പൊ കൊണ്ടുപോയി നട്ട്സ് തീർന്നു, ബദാം പരിപ്പ് തീർന്നു, അത് കഴിഞ്ഞിട്ട് കാഷ്യൂ നട്ട് തീർന്നു, മസാപ്പി പോയി, എല്ലാം തീർന്നു. അവർ ഏകദേശം ഇപ്പൊ മൊബൈലും ഒരു പരിവർത്തി സാറ്റലൈറ്റ് സംവിധാനത്തിൽ പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ട്രംപ് നാസയോട് ഇന്ത്യയോട് ചോദിച്ചു രക്ഷയില്ല. അപ്പൊ ഈ എലോൺ മസ്ക് എന്ന് പറയുന്ന പുള്ളിക്കാരോട് വിളിച്ചു, കുഞ്ഞ് നമ്മുടെ രണ്ടുപേരും മേളിൽ കൊണ്ടുകൊണ്ടൊന്ന് ഇറക്കാൻ പറ്റുമെന്ന്. എലോൺ മസ്ക് പറഞ്ഞ് ഞങ്ങളുടെ കേരള ഭാഷ LDF വരും, എല്ലാം ശരിയാണ്. കേട്ടാട്ടത് വൈക്കാര് ഒരു പാരാഗ്ലൈഡർ അങ്ങോട്ട് വിട്ടു. മനസ്സിലാകുന്നവർക്കായി അൽക്കാൻ റൗണ്ട് പൊട്ടിയിരിക്കുന്ന മരത്തിനകത്ത് നിന്ന് അണ്ണാൻ തൂക്കുന്ന പോലെ രണ്ടെണ്ണം കൂടെ തൂങ്ങി. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അത് രണ്ടുപേരുടെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വന്നിറങ്ങി. എല്ലാ പെന്തിക്കോസുകാരും കേട്ടാട്ടെ സ്വോത്രം. എന്താ സംഭവിച്ചത്? അവിടെ വന്ന് വില്യം പിച്ചുമോറ പറഞ്ഞ് കരമുയർത്തി. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പേടകത്തിനകത്തെ ഗ്ലൈഡറൊക്കെ ഇങ്ങനെ കരമുയർത്തി പറഞ്ഞു, യേശു ക്രിസ്തു ഉണ്ടായത് കൊണ്ട് ഞങ്ങൾ മടങ്ങി വന്നു. കരമുയർത്തുന്നവർക്കായി ലോകം പറയും, ഞങ്ങളല്ല പറയുന്നത്. നാസയുടെ ശാസ്ത്രജ്ഞൻ പറയുന്നു യേശു ക്രിസ്തു ഉണ്ടായത് കൊണ്ട് മടങ്ങി വന്ന വചനം മനസ്സിലാകുന്നവർക്കായി. ബാക്കി അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, യേശു മധ്യാകാശത്തിൽ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. നാളെ യോഗമില്ല. കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനമൊരുക്കി തന്റെ മക്കളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ വരാറായി. ഷാജു ചാത്തന്നൂരല്ല ഇന്ന് രാത്രി വില്യം പിച്ചുമോറിന്റെ വീഡിയോ യൂട്യൂബിനകത്ത് കിടപ്പുണ്ട്. അവൻ വീട് ഒരുക്കി കഴിഞ്ഞു തന്റെ മണവാട്ടിയെ ചേർക്കാൻ. മകനിയൻ ഗോസ്ബൽ മിനിസ്ട്രീസോട് ഇന്ന് രാത്രിയെ പറയുന്നു, പെയിന്റ് അടി നടന്നുകൊണ്ടിരിക്കുന്നു, വാട്ടർ ടാപ്പ് ചെയ്യുന്നു, കാന്തന്റെ പണി കഴിഞ്ഞു. തന്റെ കാന്തയെ ചേർക്കാൻ എന്റെ കാന്തൻ വരാറായി. ഇന്ന് രാത്രി നിരീശ്വരവാദികൾ പറയുന്നത് ഇന്ന് ദൈവമില്ല, മധ്യാകാശത്തിൽ വീടുണ്ടോന്ന്. വളരെ വേദനയോട് പറയാം, ഇത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, കേൾക്കാൻ വേണ്ടിയാ. എന്ന് യുക്തിവാദികളുടെ സമ്മേളനത്തിൽ പെന്തിക്കോസ് പാസ്റ്റർമാരെ മക്കൾ പോകുന്നു. യവനെ എല്ലാം ദൈവം ഒതുക്കും. മനസ്സിലാകുന്നവർക്കായി. നീയൊക്കെ പൈത്തോമി കിടക്കുന്ന നാട്ടുകാർ ദശാംശം കൊണ്ട് തന്നു നിന്നെയൊക്കെ വളർത്തിയതിനു ശേഷം ഇന്ന് യുക്തിവാദികളുടെ സമ്പാദനത്തിന് പോന്ന് ഏടാ പാസ്റ്റർമാരുടെ മക്കളാരായാലും ശരി, ഞാൻ പറയുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളായാലും ശരി, യുക്തിവാദികളുടെ സമ്മേളനത്തിൽ പോയി നിന്റെ ഉള്ളിലുള്ള ആശയം നിലനിർത്താതെ നീ ചെന്ന് വഴിയറിയുന്ന യേശു രക്ഷകൻ എന്ന് പറ. ഇന്ന് രാത്രി അമേരിക്കയിലെ സയന്റിസ്റ്റ് വില്യം പിച്ചുമോർ പറഞ്ഞിരിക്കുന്നു, മധ്യാകാശത്തിൽ വീട് പണി തുടങ്ങി. ആ വീട്ടിലെത്തുവാൻ ദൈവം ഏവരെ സഹായിക്കട്ടെ. ആ വീട്ടിൽ പോണ 7 കാര്യം നടക്കണം. 10 മിനിറ്റൂടെ സമയമുണ്ട്. 3-4 കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. നിങ്ങൾ വിദേശ രാജ്യത്ത് ദുബായിലേക്ക് വന്നു, തിരുവനന്തപുരത്ത് നെടുമ്പാശ്ശേരി വന്നപ്പോ മക്കളെ ദുബായ് പാന്ന് പറഞ്ഞല്ല. 1 പാസ്പോർട്ട്, 2 ടിക്കറ്റ്, 3 ബോർഡിംഗ് പാസ്, 4 വിസ കോപ്പി, 5 എഗ്രിമെന്റ്, 6 പാസ്പോർട്ട് കൺട്രോൾ, 7 ശരീരത്തിൽ പെട്രോൾ ടിക്കറ്റ്. എന്നിട്ട് ആ എയർ അറേബ്യയുടെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഇന്ത്യക്കോടെയും വാതിൽ തുറന്നത്. മനസ്സിലാകുന്നവർക്കായി ഞാൻ പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ ഇന്നും കർത്താവിന്റെ കൃപയാൽ എയർപോർട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. റൺവേയുടെ നല്ല ഉദ്യോഗസ്ഥരൊക്കെ ആയതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നവർക്ക് 7 കാര്യം: 1 പാസ്പോർട്ട്, 2 ടിക്കറ്റ്, 3 ബോർഡിംഗ് പാസ്, 4 വിസ കോപ്പി, 5 അഗ്രിമെന്റിന്റെ പേപ്പർ, 6 പാസ്പോർട്ട് കൺട്രോൾ, 7 കിക്കി കുക്കു മെറ്റൽ ഡിറ്റക്ടർ. അങ്ങനെയെങ്കിൽ കാന്തന്റെ വരവിൽ പോലെ 7 കാര്യം നടക്കണം. ഇതാ സുവിശേഷ പ്രസംഗം. 1 രക്ഷിക്കപ്പെടണം. രക്ഷ കൈ ഉയർത്തുന്നതല്ല രക്ഷ. ക്രിസ്തു മരിച്ചവരിൽ ആദ്യ ബലക്കറ്റ ഉയർത്തെഴുന്നേറ്റ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറയണം. അതാ രക്ഷ. രക്ഷിക്കപ്പെട്ടവൻ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. എന്താ മാനസാന്തരം? മാറിക്കയറണം. പകപിണക്കം, കോപം, ദന്തപക്ഷം, ജാരശങ്ക, കള്ളുകുടി, കഞ്ചാവ്, പുകയില, MDM ഇതിന് മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട നീ എന്ത് ചെയ്യണം? അനുദപിക്കണം. ഒടിയൻ പുത്രം പറഞ്ഞ് ദൂർത്തുപുത്രൻ, അപ്പാ നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിപ്പാൻ യോഗ്യനല്ല. അനുദപിക്കണം. അനുദപിച്ച നീ 4 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മുങ്ങി സ്നാനമേൽക്കണം. എന്തിനാ? പെന്തിക്കോസിൽ ചേരാനല്ല, ക്രിസ്തുവിനോട് ചേരാനുള്ള നല്ല മനസ്സാക്ഷിക്കാൻ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ. സ്നാനമേറ്റ നീ ദൈവമാത്മാവാകുന്നു. ആത്മാവിലെ സത്യത്തിലും ആരാധിക്കണം. ആരാധിക്കുന്ന നീ അവന്റെ വരവ് വരെ തിരുമേശയിൽ പങ്കാളിയാണ്. കർത്താവിനെ കാണിച്ചു കൊടുത്ത ഈ രാത്രിയിൽ അവൻ അപ്പമെടുത്ത് വാറ്റി നുറുക്കുകയും നൽകുകയും അവന്റെ തിരുരക്തം കൊടുത്തതുപോലെ കാന്തന്റെ വരവ് വരെ തിരുമേശയിൽ. 7 പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന കുഞ്ഞുങ്ങളെ ചേർക്കാൻ യേശു മടങ്ങി വരാറായി. ഈ 7 ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ദൈവസഭയെ ചേർക്കാൻ കാന്തൻ വരാറായി. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ച് തിരുമേശയിൽ പങ്കാളിയായി പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന കുഞ്ഞിനെ സ്വർഗം വിളിക്കും. എന്റെ കാന്തെ, എന്റെ പ്രാവേ. നാളെ യോഗമില്ല സഹോദരങ്ങളെ.
പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ട്. രണ്ട് പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും. അവസാന ഭാഗം പുരോഹിതൻ ആ പ്രാവിന്റെ കാലുകൾ കൂട്ടിക്കെട്ടിയിരിക്കുക. മാർപ്പതക്കത്തിനകത്ത് കത്തി ഉണ്ടായ അമ്മയെ അവസാനം എന്താ ചെയ്യുന്നത്? മേധസ്സുള്ള പ്രാവിന്റെ തലയിറത്തിട്ട് രക്തം താഴെ വീഴാതെ ഞെക്കിപ്പിടിക്കും. അതെവിടെ കൊണ്ടുപോയി യാഗപീഠത്തിൽ ഒഴിക്കും. പിറകിൽ ഒരു കാഴ്ചയുണ്ട്. പിറകിലെ കാഴ്ചയുടെ പ്രത്യേകത, ഒരു ഉടലിങ്ങനെ പിടയ്ക്ക്. ആ മറ്റേ പ്രാവിന്റെ തലയ്ക്കകത്ത് രക്തം ഇങ്ങനെ കിടക്കുക. ആ സമയത്ത് തന്റെ യാഗം കഴിയും സന്തോഷത്തോടെ താമ്രത്തൊട്ടിക്കകത്തുനിന്ന് വെള്ളമെടുത്ത് വൃത്തിയാക്കി അവസാനം എല്ലാം കഴിഞ്ഞ് കത്തി മാർപ്പതക്കത്തിലിടാൻ നോക്കുമ്പോൾ, സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ, പുറകിൽ ഒരു കാഴ്ച. ഒരു ഉടലിങ്ങനെ വിറയ്ക്കുന്നു. മറ്റേ പ്രാവിന്റെ അകത്ത് രക്തം. ആരോ അവന്റെ ഉൾപ്പൂവിളി. എന്തിനാ യാഗം കഴിഞ്ഞത്? ആ കത്തിയെടുത്ത് ഒരറപ്പറക്കുവച്ചായ ഉടല് ആ പറയുമ്പോൾ രക്തം വീണ പ്രാവ് പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇന്ന് രാത്രി കർത്താവിന് വേണ്ടി മരുഭൂ പ്രയാണത്തിൽ ഇറങ്ങി തിരിച്ച ദൈവദാസന്മാര്, ദാസിമാരെ, AGയുടെ സൂപ്രണ്ട് കണ്ടില്ലേലും, IPCയുടെ പ്രസിഡന്റ് കണ്ടില്ലേലും, ഷാരോന്റെ നേതാക്കളെ കണ്ടില്ലെങ്കിലും, ചർച്ചക്കോടിന്റെ ഓവർസിയർ കണ്ടില്ലെങ്കിലും, ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച തന്റെ മക്കളെ ചേർത്തുവാൻ എന്റെ കാന്തൻ വരാറായി. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കരമുയർത്തുന്നവർക്കായി എത്ര പേർക്ക് ഇന്ന് രാത്രി പ്രശസ്തരാശിയുണ്ട്? പാറയുടെ വിളർപ്പിലും കടുതൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവം ചേർക്കാൻ യേശു വരാറായി. അവസാനിപ്പിക്കുന്നു. അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ ജെറുസലേം പട്ടണം അറബ് ലീഗിന് കൊടുക്കും. യഹൂദന്റെ സാക്ഷിക്ക് വേണ്ടി 2 പേർ വരും. ആ സാക്ഷി ഇവരെ കൊല്ലും. ലോകം ഇന്റർനെറ്റ് കാണും. ഇരച്ചാസം വരും. അവരെഴുന്നേറ്റ് നിൽക്കും. അന്നത്തെ പാർട്ടികളെല്ലാം ഓടും. ആ സമയത്ത് ഉയരത്തിൽ നിന്നൊരു ശബ്ദം ഇവിടെ കയറി വാങ്ങും. അത് സംഭവിക്കുന്ന എന്ത് മഹനീയത്തിനോട് 3.5 കൊല്ലം മുമ്പ് കാന്തന്റെ കാഹളം. ഇന്ന് രാത്രി 1/1 സ്കെയിൽ എല്ലായിടത്തും ദാ വന്നു കഴിഞ്ഞു. അളവ് തൂക്കം ഒരുവന്റെ കയ്യിൽ. കാന്തന്റെ കയ്യിൽ കൈവിടപ്പെട്ടാൽ തലയെണ്ണി ആഹാരം, ചപ്പാത്തിയും വെള്ളവും എല്ലാം കമ്പ്യൂട്ടർ വഴി കിട്ടുന്ന ഒരു കാലം. അതിനുശേഷം ബാർകോഡ് ഉലകം മുഴുവൻ നിയന്ത്രിക്കും. 1/1 സ്കെയിൽ. അന്ന് കടയിൽ നിന്ന് കിട്ടുന്ന ചപ്പാത്തി ആട്ടിയ മാവ് എന്താ ഈ മനുഷ്യന്റെ മല വെയിലത്തിട്ട് ഉണക്കും. അതിന്റെ മേളിൽ ചട്ടി വെച്ച് തുന്നും. വരാനിരിക്കുന്ന കഷ്ടത്തിൽ നിൽക്കണോ? ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി. അഗ്നിപർവ്വതം പൊട്ടിയാൽ ലാഭഭൂമിയിൽ ആകാശത്തിലേക്ക് പുകയ്ക്കകത്തുനിന്ന് വെട്ടുക്കുളി. മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങും. തേൾ കുത്തുന്നത് പോലെ വേദന. മരിപ്പാൻ ഓടും. വെള്ളത്തിച്ചാടും. കരയ്ക്ക് ട്രെയിനിന്റെ കീഴിക്ക്. റോമസോ ഡിവൈഡ് ചെയ്യത്തില്ല. മരണം അന്വേഷിക്കും. എന്നാൽ മരണം കിട്ടാത്തൊരു കാലം ഇന്ന് രാത്രി. ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം. ഇതാകുന്നു രക്ഷാ ദിവസം. ഇന്ന് രാത്രി കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളെ ചേർക്കാൻ എന്റെ കാന്തൻ വരാറായി. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ദൈവത്തിൽ വിശ്വസിക്കും. എന്നിലും വിശ്വസിക്കും. പിതാവിന്റെ സന്ധ്യയിൽ അനേക വാസസ്ഥലമുണ്ട്. 9ാമത്തെ ഗ്രഹം പ്ലൂട്ടോ ഇല്ല. നാസ ഇന്ന് പ്ലൂട്ടോയെ അന്വേഷിച്ച് പരിപാടികൾ നടക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം അതെല്ലാം വെട്ടി 6000 കോടി വീട് മധ്യാകാശത്തിൽ തന്റെ കാന്തയെ ചേർക്കാൻ കാന്തൻ വരാറായി. വില്ലമ്പിച്ചു പോലെ പറഞ്ഞു, യേശു അവിടെ വീടിന്റെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ തലമുറയിൽ കാന്തൻ മധ്യാകാശത്തിൽ വരും. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. 2 മിനിറ്റോട് പച്ച സാക്ഷി കൂടെ പറഞ്ഞു. 2ാം ലോക മഹായുദ്ധം. 5.5 കോടി ജനം മരിച്ചു. എല്ലാവരും കേട്ടാട്ടെ. പ്രസംഗം അവസാനിക്കത്തില്ല. ഇഷ്ടം പോലെ നമുക്ക് നാളുകൾ എടുക്കാണ്ട്. എനിക്ക് ഇനി സമയമില്ല. കർത്തദാസൻ ഞാൻ വിളിച്ചത് കൊണ്ട് എനിക്കൊരവസരം കിട്ടിയതിനെ നന്ദി. 2ാം ലോക മഹായുദ്ധം 5.5 കോടി പേർ മരിച്ചു. എല്ലാ വീട്ടിലും ശവപ്പെട്ടി വന്നു. ഇന്ന് രാത്രി കേൾക്കുന്നവർക്കായി എന്താ സംഭവിച്ചതെന്നറിയാമോ? മനസ്സിലാകുന്നവർക്കായി. അന്ന് ബ്രിട്ടനിലൊരു സംഘടന പറഞ്ഞു, നല്ലൊരു പോർട്രേറ്റ് അയച്ച 10,000 പൗണ്ട്. എല്ലാവരും കേൾക്കണം. കുഞ്ഞുങ്ങൾ പഠിക്കുന്ന മക്കളെല്ലാം കേട്ട് നോട്ട് ചെയ്യണം. പലരും അയച്ചു. പൂന്തോട്ടത്തിന്റെ പടം, കറങ്ങുന്ന പടം, പള്ളിയിൽ പോകുന്ന പടം, സ്കൂളിലെ പടം. ഒരു ചെറുപ്പക്കാരൻ 2 പടം അയച്ചു. ഒന്ന് അറ്റ്ലാന്റിക് സമുദ്രം, നടുവിൽ ഒരു പാറ, അതിന്റെ മേളിലൊരു കാക്ക. അവൻ എഴുതി ലോകമാകുന്ന ഗംഭീരവാരുതി, പാറ ക്രിസ്തു. അതിനുശേഷം കാക്ക വിശ്വാസം. സെക്കൻഡ് ടൈം അതിനെ തന്നെ മെൻഷൻ ചെയ്തു. ഒന്നുകൂടെ കേട്ടാട്ട്. സെക്കൻഡ് ടൈം മെൻഷൻ ചെയ്തിട്ട് ഈ അറ്റ്ലാന്റിക് സമുദ്രം ഇളകുക. പാറയിലിരിക്കുന്ന കാക്കയ്ക്ക് യാതൊരു കുലുക്കവുമില്ല. എന്താ സംഭവിച്ചതെന്നറിയാം? ഒരു കാര്യം പറഞ്ഞുതരാം. ആ ഇളക്കത്തിന്റെ നടുവിൽ എല്ലാവരും ഈ സ്റ്റോറി കേട്ടോണം. ഒരു കുഞ്ഞു മീൻ കാക്കയുടെ വായിലേക്ക് അവൻ അടിക്കുറിപ്പ് കൊടുത്ത്. എല്ലാ മക്കളും നാളെ നമുക്ക് ഈ ഓൺലൈനില്ല കേൾക്കണം. അവൻ പറഞ്ഞു, ലോകമാകുന്ന ഗംഭീരവാരുതി എത്ര ഇളകി മറിഞ്ഞാലും ക്രിസ്തുവാകുന്ന പാറമേലിരിക്കുന്ന കാക്കയ്ക്ക് ഒരു കുഞ്ഞു മീനിനെ കൊടുക്കാൻ എന്റെ ദൈവശക്തൻ അടിയിൽ എഴുതി. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ ആഹാരം. ടുമാറോ വി ഹാവ് നോ ഓൺലൈൻ. അതർവൈസ് ഇന്ന് രാത്രി കേൾക്കണം. അക്ഷിമേഷ്യ പുകയട്ടെ.
ഗർഭം അങ്ങോട്ടും ഇങ്ങോട്ടും ആടട്ടെ, ജോലികളുടെ പ്രശ്നം വരട്ടെ, യുദ്ധം ക്ഷാമങ്ങൾ ഭൂകമ്പങ്ങൾ വരട്ടെ. ഇന്ന് രാത്രി പറയണം, ക്രിസ്തുവാകുന്ന പാറമേലിരിക്കുന്ന എനിക്ക് ഒരു കുഞ്ഞു മീനിനെ തരുവാൻ എന്റെ ദൈവശക്തന. പ്രതിസന്ധികളുടെ നടുവിലും ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ നെഞ്ചിലേക്ക് ചാഞ്ഞു കേട്ടു. നാശകരമായ കുഴിയിൽ നിന്ന് അവൻ എന്നെ കയറ്റി ഒഴിഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ വിടുവിച്ച ദൈവം. ഞാൻ എവിടെ ഇരുന്നാലും, കമ്പനി കൂട്ടിയാലും, ബിസിനസ് കുറഞ്ഞാലും, എന്റെ കൂട്ടുകാർ കൈവിട്ടാലും, ഒരുപക്ഷെ എന്റെ ക്രെഡിറ്റ് കാർഡിൽ കാശില്ലെങ്കിലും ഒരു നേരത്തെ ആഹാരം തരുവാൻ കരുത്തുറ്റവനായ എന്റെ കർത്താവ്. 10,000 പൗണ്ടാ ആ ചെറുപ്പക്കാരന് കിട്ടിയത് ബ്രിട്ടനിൽ നിന്ന്. ഇന്ന് രാത്രി കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതിന്റെ ആഹാരം. വയലച്ചടിക്ക് പ്രകാശം. ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മുടെ കാന്തൻ വരാറായി. ബാക്കി മറ്റൊരിക്കൽ ആ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. എല്ലാവരും ആ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. നമ്മുടെ പ്ലാറ്റ്ഫോമിനകത്ത് ഇതാ നമ്മുടെ കൺവെൻഷന്റെ പ്രത്യാശ. വലത് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ പകരുന്നു. യേശുക്രിസ്തു രാജാതിരാജാവായി മടങ്ങി വരുന്നു. അകലിയവേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സദാനത്തിന്റെ ദൈവം ഈ കുഞ്ഞുങ്ങളെ കാക്കുമാറാകട്ടെ. ആകാശം ഭൂമി സൃഷ്ടിച്ച യഹോവയാൽ മകനീയം ചെറിയ ദൈവസഭയും കുഞ്ഞുങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ത്രിദാസനും എന്റെ ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. കഴിഞ്ഞ 3 ദിവസം വ്യത്യസ്ത സോണുകൾ ഞങ്ങളോട് സഹകരിച്ച കുഞ്ഞുങ്ങളെ